നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോൾഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ചില ക്വാളിറ്റി അളവുകളുണ്ട്, യൂണിറ്റുകളുണ്ട്. BAS 916 22 ക്യാരറ്റ് എന്നൊക്കെ പറയുന്ന അളവുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം, യൂണിറ്റുകളെ കുറിച്ചൊക്കെ. എന്നാൽ അതുപോലെ തന്നെ ഡയമണ്ട്സിനും ജെം സ്റ്റോൺസിനും ഇത്തരത്തിലുള്ള ചില ഗ്രേഡിങ്ങുകളും സർട്ടിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇത്തരത്തിലുള്ള പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ കളറിൽ, അതിൻ്റെ കട്ടിൽ, ക്ലാരിറ്റിയിൽ, അല്ലെങ്കിൽ ക്യാരറ്റ് വെയ്റ്റിൽ ഒക്കെ ചില ഗ്രേഡിങ്ങുകളും അതിന് ചില സർട്ടിഫിക്കേഷൻസും ഒക്കെ നൽകുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത്. 1996 ബോംബെയിലാണ് ഈ കമ്പനി രൂപം കൊള്ളുന്നത്. ആ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഡിസംബർ 13 മുതൽ 17 വരെയാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്. അവർ 4225 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 1475 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഡയമണ്ട്സിൻ്റെയും അതുപോലെ ജ്വല്ലറികളുടെയും ജെം സ്റ്റോൺസിൻ്റെയും എല്ലാം ഗ്രേഡിങ്ങും സർട്ടിഫിക്കേഷൻസും ഒക്കെ നടത്തുന്ന ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്ത്യയിലെ കമ്പനിയായിട്ടുള്ള IGS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇഷ്യൂയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഡയമണ്ട്സിനും സ്റ്റഡഡ് ജ്വല്ലറികൾക്കും കളേർഡ് സ്റ്റോൺസിനും ഒക്കെ സർട്ടിഫിക്കേഷൻ നൽകുന്ന ഒരു ഇൻ്റർനാഷണൽ ലബോറട്ടറി ആദ്യമായിട്ട് തുടങ്ങിയത് 1999 ഇന്ത്യയിൽ രൂപം കൊണ്ട IGI എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവർക്ക് 10ഓളം രാജ്യങ്ങളിൽ ഏകദേശം 31 ബ്രാഞ്ചുകളുമുണ്ട്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ലബോറട്ടറികൾ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ബെൽജിയം, USA, തായ്ലാൻഡ്, UAE, ഹോങ്കോങ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ്, ഇന്ത്യക്ക് പുറമെ. അവിടെ എല്ലാം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി സർവീസും അവിടുത്തെ കസ്റ്റമേഴ്സിന് വേണ്ട സർവീസുകളും ഇതുപോലെയുള്ള സർട്ടിഫിക്കേഷൻസും എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ജമോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ഡിഗ്രി കോഴ്സുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അതുപോലെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ് IGI എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉദാഹരണത്തിന് 2018 അവർ DCheck സിസ്റ്റം എന്ന് പറയുന്ന പുതിയ രീതിയിലുള്ള ഒരു ചെക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന ഡയമണ്ട്സും പിന്നെ നാച്ചുറൽ ഡയമണ്ട്സും തമ്മിൽ വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ DCheck സിസ്റ്റം എന്നുള്ളത്. അത് ഡെവലപ്പ് ചെയ്തത് IGI എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാൻ കഴിയുന്നത് 7500ഓളം കസ്റ്റമേഴ്സാണ് കമ്പനിക്ക് 10 രാജ്യങ്ങളിലായിട്ട് ഉള്ളത്. അതായത് ഈ ലബോറട്ടറിയിൽ ഡയമണ്ട്സ് നിർമ്മിക്കുന്നവർ, അതുപോലെ തന്നെ ഈ ഹോൾസെയിൽ മാനുഫാക്ചറേഴ്സ്, അതായത് നാച്ചുറൽ ഡയമണ്ട്സിൻ്റെ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ കളേർഡ് സ്റ്റോൺസ്, ജ്വല്ലറി മാനുഫാക്ചറേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇവരെല്ലാവരും ഈ കസ്റ്റമേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കാം. അതായത് BCP Asia 2 ടോപ്കോ PTE ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇവരുടെ പ്രൊമോട്ടേഴ്സ്. അവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 100% ഓഹരികളും ഉണ്ട്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 76.55% ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ EPS 10.06, P ratio 41.45, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 76.83%, NAV 12.83 എന്നിങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2022 റവന്യൂ നോക്കൂ, 490.99 ആണ് ആ കലണ്ടർ ഇയറിലെ അതിൻ്റെ റവന്യൂ കാണുന്നത്. 2023 638.53 കോടി രൂപയായിട്ട് അത് മാറിയിട്ടുണ്ട്. 2024 ആദ്യത്തെ 3 ക്വാർട്ടറിൽ 596.36 കോടി റവന്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെറ്റ് ഇൻകം ആണെങ്കിൽ 2022 241.76
കോടി രൂപയാണ് ആ കലണ്ടർ ഇയറിൽ ഇതിൻ്റെ റവന്യൂ കാണിക്കുന്നത്. 2023 324.74 കോടിയും അടുത്ത 3 ക്വാർട്ടറിൽ 326.06 എന്നുമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അറിയാം 1475 കോടി രൂപയാണ് ഇവർ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ സമാഹരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ബെൽജിയത്തിൽ ഉള്ള അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബ്രാഞ്ച് ഉണ്ടല്ലോ, ബെൽജിയത്തിലാണ് ആക്ച്വലി ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെ നെതർലാൻഡ്സിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് രണ്ടും വാങ്ങിച്ചെടുക്കുന്നതിന് ആരുടെ കയ്യിൽ നിന്ന്? ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് BCP ഏഷ്യ ടോപ്കോ PT എന്ന് പറയുന്ന അതിൻ്റെ പ്രൊമോട്ടറുടെ കയ്യിൽ നിന്ന് ഈ 2 ബ്രാഞ്ചുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ IGI ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1300 കോടി രൂപയാണ് അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള തുക ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നോക്കാറുള്ള പോലെ ലിസ്റ്റഡ് പിയർ കമ്പനി നോക്കുമ്പോൾ ഇതിന് ഒരു പിയർ കമ്പനി ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി IGIയുടെ ഓഹരി വിശേഷം ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. ഡിസംബർ 13 മുതൽ 17 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. IPO പ്രൈസ് 397 രൂപ മുതൽ 417 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ നേരത്തെ പറഞ്ഞ പോലെ 1475 കോടി രൂപയാണ്. ഓഫർ ഫോർ സെയിൽ 2750 കോടി രൂപ. ഇപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 4225 കോടി രൂപയ്ക്കുള്ളതാണ്. മിനിമം റീറ്റെയിലറെ സംബന്ധിച്ച് 35 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് റീറ്റെയിലേഴ്സിനെ. ഫേസ് വാല്യൂ 2 രൂപയാണ്. 2 രൂപയുടെ ഷെയറിനാണ് 417 രൂപ അപ്പർ ബാൻഡ് വന്നിരിക്കുന്നത്. ഇത് ഇതിൻ്റെ റീറ്റെയിൽ അലോക്കേഷൻ വെറും 10% മാത്രമേ ഉള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് അവർ 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൊടുക്കുന്നത്, 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ HNI കാറ്റഗറിക്കാർക്കാണ്. ഇതിൻ്റെ ലിസ്റ്റിംഗ് NSEയിലും BSEയിലും വരുന്നുണ്ട്. ഡിസംബർ 18 ആയിരിക്കും അലോക്കേഷൻ വരുന്നത്, 20 ആയിരിക്കും ലിസ്റ്റിംഗ് എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ, കോട്ടക് ബാങ്ക്, പിന്നെ മോർഗൻ സ്റ്റാൻലി, SBI ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനികളാണ്. KFin ടെക്നോളജീസ് ആണ് രജിസ്ട്രാർ. ഇനി കമ്പനിയുടെ ഈ പ്രൈസ് ബാൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വർഷത്തെ ഏണിങ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഇന്ത്യയിലെ 50% മാർക്കറ്റ് ഷെയറും ഈ കമ്പനിക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് പിയർ കമ്പനികളില്ല എന്ന് പറഞ്ഞതിലേക്ക് മറ്റ് 50% ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് ലിസ്റ്റഡ് അല്ലാത്ത ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതായത് ജമലോജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുണ്ട്, ഹോഗ്രാഡ് വൂർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ജമലോജിക്കൽ സയൻസ് ഇൻ്റർനാഷണൽ ഉണ്ട്, സോളിറ്റെയർ ജമലോജിക്കൽ ലബോറട്ടറീസ് ഉണ്ട്. ഇങ്ങനെ ചില കമ്പനികളാണ് ബാക്കിയുള്ള 50% ഷെയർ പങ്കിട്ടെടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയാണ് ഈ ജംസിൻ്റെയും ഡയമണ്ട്സിൻ്റെയും എല്ലാ ബിസിനസ്സിൽ ലോകത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. നമുക്കറിയാം ഗോൾഡിൻ്റെ കാര്യത്തിലും ഇന്ത്യ തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ കമ്പനിയുടെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ചതാണ് എന്നുള്ളത് നമുക്ക് കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ ഞാനത് വിശദീകരിച്ചതാണ്. എന്തായാലും ലാഭം നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു, നല്ല റവന്യൂ ഉള്ള കമ്പനിയാണ്. ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം, ഇത് 2 കോടി രൂപ അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് മാറ്റി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എംപ്ലോയീസിന് 2 കോടി രൂപയുടെ റിസർവേഷൻ ഇഷ്യൂവിലുണ്ട്. അതിൽ ഓരോ ഷെയറിലും 39 രൂപ ഒരു ഡിസ്കൗണ്ട് സ്വന്തം എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അത് ബാധകമല്ല. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോഴത്തേക്കും 1820.85 കോടി രൂപയായിരിക്കും അപ്പർ ബാൻഡ് വെച്ച് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇത്. ഓഹരി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ല ഡിവിഡൻഡ് എല്ലാ വർഷവും പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സിനും അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് ഈ ഇൻ്റർനാഷണൽ ജമലോജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ ഓഹരി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജമലോജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ IPO വിശേഷം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട, കമൻറ്റുകൾ ഇടാനും അതുപോലെ തന്നെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ഇനി നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.